ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങയും കൈപ്പങ്ങയും വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൈപ്പങ്ങയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കൈപ്പങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തതിൻ്റെ പുറത്ത് ഒരു 1-2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ മാറ്റി വെക്കുമ്പോൾ അതിൽ നിന്നുള്ള കയ്പുള്ള ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ കൈപ്പങ്ങ എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാവരും കൂട്ടും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മാങ്ങയൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നന്നായി കൈകൊണ്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഉലുവയും കടുവൊക്കെ ഒന്ന് പൊട്ടിയിട്ട് ഒന്ന് മൂത്ത് കിട്ടുമല്ലോ. ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇതാ കൈപ്പങ്ങയിൽ നിന്നുള്ള നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈപ്പങ്ങേൻ്റെ ആ ഒരു കയ്പ്പ് രസമൊക്കെ പോകും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടും. അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയും നീര് അതിൽ നിന്നുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുത്തേന്നു. പിന്നെ കൈപ്പങ്ങയിൽ നിന്നുള്ള നീരുമാണ് ഇറങ്ങി വന്നിട്ട്. അപ്പോൾ ഇതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അച്ചാർ ഇടുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പകുതി കേട്ടോ. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലോണം ഫ്രൈ ആയി കിട്ടുമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് പതുക്കെ ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കോരി മാറ്റിയാണ് വേറൊരു പാത്രത്തിലേക്ക്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കൈപ്പങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചതഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ അതിൽ കിടന്ന് വേവുള്ളൂ, ഫ്രൈ ആയി കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യമായിട്ട് ചേർത്തത് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനും കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാക്കി നല്ലെണ്ണയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയൊന്നും വേണ്ടല്ലോ. ഇനി ഇതിലേക്ക് 1-1.5 ടേബിൾ സ്പൂണോ കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു 1/2 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നടുകെ ഒന്ന് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഓഫാക്കി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോകുള്ളേ. അപ്പോൾ ഈ ഒരു ചൂടിൽ കിടന്നിട്ട് മതി പൊടികൾ മൂപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അച്ചാർ പൊടിയൊന്നും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ആ മുളക് പൊടീൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉലുവയും കടുകും കൂടിയും പൊടിച്ചെടുത്ത അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു കേട്ടോ. അതിനുശേഷം മാങ്ങ ഉപ്പും മഞ്ഞളും കൂട്ടി തിരുമ്മി വെച്ചിരുന്നില്ലേ, അത് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കൈപ്പങ്ങ ഫ്രൈ ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പലരും പല രീതിക്കായിരിക്കുമല്ലേ അച്ചാർ ഇടുക. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകൊണ്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് വിനാഗിരിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഗ്രേവി വേണം എന്നുള്ളവർക്കാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇത് പതുക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയും കൈപ്പങ്ങയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്